ഓം നമഃശിവായ. നിറകുടം കള്ളും നിണമൊഴുകും കരിങ്കോഴിയും അരപ്പറവറയും പൊരിയും 12 പന്തവും കന്നിപ്പേരെരിമയും വെച്ച് 7 കോണുമുടങ്ങും ശംഖുവിളിയും നമസ്കാരം. നാളെ ഫെബ്രുവരി മാസം 11 തീയതി ഞായറാഴ്ച ദിവസം. നക്ഷത്രം ചതയമാണ്. നാളെ ശുഭമുഹൂർത്ത നാളാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒത്തിരി ആഗ്രഹ സാഫല്യങ്ങൾ നേടുന്ന ഒരു ദിവസത്തിന് തുടക്കമാകും നാളെ മുതൽ. നാളെ ഞായറാഴ്ചയാണ്, ചതയൻ നക്ഷത്രമാണ്, ശുഭമുഹൂർത്തമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. 7 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിന് കാരണമാകുന്ന സമയമാണ് നാളെ മുതൽ. അതാണ് ഞാൻ പറയുന്നത്. 11, 12, 13 തീയതികളിൽ, ഫെബ്രുവരി മാസം 11, 12, 13 തീയതികളിൽ ഈ നാളുകാർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം നടന്നിരിക്കും. രാമനാമം ജപിക്കണം. മനസ്സിൻ്റെ സങ്കടങ്ങളൊക്കെ മാറും. രാമനാമം എവിടെ ചൊല്ലുന്നുവോ രക്ഷയ്ക്ക് ഒരു കരമുണ്ടാകും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ആഞ്ജനേയൻ തന്നെ. ജീവിതം മാറും. ജീവിതത്തിൽ ഒത്തിരി നേട്ടം വന്നു ചേരും. വലിയ പൂജകളേക്കാൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. അശുഭ ഫലങ്ങളൊക്കെ അകലും. കഷ്ടതകൾ ഒക്കെ മാറും. നിത്യവും പ്രാർത്ഥന വേണം. ദേവർക്ക് പുഷ്പങ്ങൾ അർപ്പിക്കണം. എല്ലാ കണ്ണീരും തുടയ്ക്കപ്പെടും. പുണ്യഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയാണ്. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഇത് വെറും ഫലപ്രവചനം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫെബ്രുവരി മാസം 11, 12, 13 തീയതികളിൽ ഈ പറയുന്ന 7 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്, വലിയൊരു ചേഞ്ച് വന്നു ചേരാൻ പോകുകയാണ്. ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവർക്കിനി ഭാഗ്യമാണ്. ഒരുപാടൊരു നേട്ടത്തിൻ്റെ സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ്. ധനാഗമനമാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. ആഗ്രഹിച്ചതൊക്കെയും ഈ നക്ഷത്ര ജാതകർ നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ ഇനി കടക്കുന്നത്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകർ. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. കുടുംബ ഐശ്വര്യമുണ്ടാകും. ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും. സമ്പൽ സമൃദ്ധി ഉണ്ടാകും. ജീവിത വിജയമുണ്ടാകും. മംഗല്യ സൗഭാഗ്യമുണ്ടാകും. ഇഷ്ടസന്താന ലബ്ധി ഉണ്ടാകും. പണത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. പ്രാർത്ഥിക്കണം അമ്മയോട്, മുത്തുമാരി അമ്മയോട് നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതം ഉറപ്പായും മാറിയിരിക്കും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയുമായ അമ്മയിൽ നിന്നും പല പരീക്ഷണങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും. വരുന്ന ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ നിങ്ങൾക്കൊരു വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. 7 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. അങ്ങനെ ഒരു നേട്ടം വന്നു ചേരാൻ കാരണം 5 ദിവസത്തിനു ശേഷം ഫെബ്രുവരി 13 സൂര്യൻ ശനിയുടെ രാശിയായ കുംഭൻ രാശിയിൽ പ്രവേശിക്കും. ഒരു വർഷത്തിന് ശേഷം സൂര്യൻ്റെ ഈ സംക്രമത്തിൻ്റെ മുന്നോടിയാണ് ഇവർക്ക് ഈ ഭാഗ്യം വന്നു ചേരുന്നത്. 7 നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് നേട്ടമാണ് വന്നു ചേരുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രവും എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിനാണ് സൗഭാഗ്യങ്ങൾ ഏറെ വന്നു ചേരുന്നത്.
ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ്, ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുള്ളവരാണ്. ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ഇല്ല. ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഇനി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നു ഈ സമയം. ആഞ്ജനേയ ശ്ലോകം ചൊല്ലുക. ഈ പറയുന്ന 7 നക്ഷത്ര ജാതകരും ആഞ്ജനേയ ശ്ലോകം ചൊല്ലുക. അറിയാവുന്ന ശ്ലോകം ചൊല്ലുക. ആഞ്ജനേയൻ്റെ അറിയാവുന്ന ശ്ലോകങ്ങൾ ചൊല്ലുക, അല്ലെങ്കിൽ കേൾക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എത്രമാത്രം ദുഃഖം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങളുടെ പിറന്നാൾ ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സഹസ്രനാമാർച്ചന നടത്തുക. അതൊക്കെ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം. ഒരുപാട് ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്ര ജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണോ അതൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നമാകും നിങ്ങളുടെ ജീവിതം. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എൻ്റെ മുന്നിൽ ഇനി ഒരു പോംവഴിയുമില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുന്നതാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി രോഹിണി നക്ഷത്ര ജാതകർ രക്ഷപ്പെടും, ഉറപ്പായ കാര്യമാണ്. അടുത്തത് പുണർതമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ പുണർതം നക്ഷത്ര ജാതകർ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പുണർതം നക്ഷത്ര ജാതകർ എത്തും. ഇനി നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ നാളാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ആഞ്ജനേയ ശ്ലോകം ചൊല്ലുക, അല്ലെങ്കിൽ കേൾക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. പുണർതം നക്ഷത്ര ജാതകർക്ക് മാറ്റം വരാൻ പോകുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും, ഉറപ്പാണത്. അടുത്ത നക്ഷത്രം മഖമാണ്. കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് വരും മകൻ നക്ഷത്ര ജാതകർ. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടമാണ്, ഉയർച്ചയാണ്. സമ്പാദ്യങ്ങളൊക്കെ വർദ്ധിക്കും. 10 കാശുണ്ടാക്കണം എന്നുള്ള നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു ഗുണം വന്നു ചേരുന്ന സമയമാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരും മകൻ നക്ഷത്ര ജാതകർക്ക്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അത് തീർച്ചയായും നടന്നു കിട്ടും. നിങ്ങൾ ഓസ്ട്രേലിയയിലോ കാനഡയിലോ UK അതല്ല അമേരിക്കയിലോ ഒക്കെ, അല്ലെങ്കിൽ ലണ്ടനിലോ, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും തീർച്ചയായും അതൊക്കെ നടക്കുന്ന സമയമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുവാനുള്ള സമയമാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ഒരുപാട് നേട്ടത്തിലേക്ക്, ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തുന്ന സമയം. ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുന്ന സമയം. തിരുവോണം നക്ഷത്ര ജാതകർക്ക് ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുവാൻ കഴിയുന്ന സമയം. അടുത്ത നക്ഷത്രം ചതയമാണ്. ഒത്തിരി വിഷമതകൾ, ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്നവരാണ്. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ്. കുട്ടിക്കാലം മുതൽ കഷ്ടതകൾ മാത്രമേ ഇവർക്കുണ്ടായിട്ടുള്ളൂ. ചില സാഹചര്യങ്ങളിൽ സന്തോഷിക്കാൻ ഇട നൽകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും ഒരുപാട് സങ്കടങ്ങളാണ് ഇവർക്ക്. ആരോടെങ്കിലും തൻ്റെ സങ്കടങ്ങളൊന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ അങ്ങനെയൊരു വ്യക്തിയെ പലപ്പോഴും ഇവർക്ക് കിട്ടാറില്ല. നിങ്ങൾക്ക് ഇനി നല്ല സമയം വന്നു ചേരും. നിങ്ങൾ രാമനാമം ചൊല്ലുക. രാമനാമം എവിടെ ചൊല്ലുന്നുവോ രക്ഷയ്ക്ക് ഒരു കരമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ആഞ്ജനേയൻ തന്നെയാണ്.
ജീവിതം മാറും. ജീവിതത്തിൽ ഒത്തിരി നേട്ടം വന്നു ചേരും. വലിയ വലിയ പൂജകളേക്കാൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കുക. വീട്ടിലെ ദൈവചിത്രങ്ങളിൽ നിത്യ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഗണപതിയുടെയോ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ഒരു പടമെടുത്ത് അവിടെ വച്ച് നിത്യപ്രാർത്ഥന, കുറച്ച് പുഷ്പങ്ങളർപ്പിച്ചോ പഴങ്ങളർപ്പിച്ചോ ഒക്കെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം വന്നു ചേരും. അതുപോലെ തന്നെ വിനായകന് മഞ്ഞൾപ്പൊടി പടത്തിന് മുന്നിൽ വെച്ച് വിനായകനെ പ്രാർത്ഥിക്കുക. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. അത് ചതയൻ നക്ഷത്ര ജാതകരല്ല, ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാർത്തികയ്ക്ക് ചെയ്യാം, രോഹിണിക്ക് ചെയ്യാം, പുണർദത്തിന് ചെയ്യാം, മകത്തിന് ചെയ്യാം, തിരുവോണത്തിന് ചെയ്യാം, ചതയത്തിന് ചെയ്യാം. ഇനി ഒരു നക്ഷത്രം കൂടിയുണ്ട്. ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകുന്ന, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന ആ ഭാഗ്യ നക്ഷത്രം മറ്റാരുമല്ല, രേവതി നക്ഷത്രമാണ്. രേവതിക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഫെബ്രുവരി മാസം 11, 12, 13 തീയതികളിൽ ഇവർക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം നടക്കും. ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും 2 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വന്നു ചേരട്ടെ. ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. രക്ഷപ്പെടണം. ആ രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ നേട്ടത്തിൻ്റെ സമയം തന്നെയായിരിക്കും ഈ 3 ദിവസങ്ങൾ. ഫെബ്രുവരി 13 സൂര്യൻ ശനിയുടെ രാശിയായ കുംഭൻ രാശിയെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. നന്ദി, നമസ്കാരം.